മറ്റന്നാൾ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണ്. അതിനായി ഞാനൊരു ധാവണി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് ഉച്ചയ്ക്കാണ് വന്നത്. ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയലും കളറും അല്ലായിരുന്നു. അതിൽ ചെറിയ ഡാമേജും ഉണ്ടായിരുന്നു. അത് ഞാൻ റിട്ടേൺ ചെയ്തിട്ട് നേരെ തിരിച്ച് ഈ കടയിലാണ് വന്നത്. പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ചെന്നത്. ഇഷ്ടപ്പെട്ടൊരു കളർ എടുത്തിട്ട് പോരുവാണ് ചെയ്തത്. വേറെ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ധാവണി വേണോ സാരി വേണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സാരിയിലേക്ക് മാറി. ബ്ലൗസ് രാത്രി തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാരിയിൽ എന്തെങ്കിലും ലേസ് വെക്കാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ബ്ലൗസിൽ ചെറിയൊരു ഹാൻഡ് വർക്കും ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. രാവിലെ തന്നെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഏറെക്കുറെ ഞാൻ ചെയ്തു വെച്ചിരുന്നു. എങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് കുളമായി പോകുമോയെന്ന്. അല്ലെങ്കിലും മിക്ക ഫംഗ്ഷനും എനിക്ക് ഇത് പതിവുള്ളതാണ്. അവസാനത്തെ ഈ വെപ്രാളം. പിന്നെ കട തുറന്നപ്പോഴേ ഞാൻ ലേസ് വാങ്ങിക്കാനായിട്ട് ഓടി. ഗോൾഡൻ കളർ എന്തായാലും എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. കോംപ്ലിമെൻ്ററി കളർ തന്നെ നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കതിൽ സീക്വൻസ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ആ ലേസും ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി. പെട്ടെന്ന് കാര്യം തീർക്കണം, അതായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. പിന്നെ കയ്യിൽ ബഡ്ജറ്റും കുറവായിരുന്നു. നാളെ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറകെ നടക്കാനൊന്നും ഒട്ടും സമയമില്ല. വീട്ടിലാണെങ്കിൽ ബന്ധുക്കളും വന്നു തുടങ്ങി. പിന്നെ ഫുഡിൻ്റെ കാര്യം എല്ലാം കൊണ്ടും നല്ല തിരക്കായിരിക്കും. ഈ വെപ്രാളത്തിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ കൂടുതൽ തപ്പി നടക്കാനോ അതിൻ്റെ ഭംഗി നോക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല. സാധനങ്ങളെല്ലാം വാങ്ങി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ബ്ലൗസിൻ്റെ കാര്യം സ്റ്റാർട്ട് ചെയ്തു. സാരിക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലൗസിൽ ചെറിയ രീതിയിലെങ്കിലും വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സാരിയിൽ ലേസും കൂടി വെച്ചിട്ട് സമാധാനമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ്ടിരുന്നത്. പക്ഷേ തിരക്കായിപ്പോയി. നാളെ രാവിലെ ഒരു ബ്രൈഡിന് സാരി ഡ്രൈപ്പിംഗ് ഉണ്ട്. അതിന് എനിക്ക് 5 മണിക്ക് പോകണമായിരുന്നു. വന്നിട്ട് അനിയത്തിയും മേക്കപ്പ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സാരിയൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെ ബഹളങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 11 മണിയായി. ബ്ലൗസിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സീക്വൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പ്രെഡിങ് ആണ് കൊടുത്തത്. അതും ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തിരുന്നത്. സാരി ഒരു ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് സീക്വൻസ് എടുത്തിരുന്നത്. 2 കളറും കൂടി മിക്സ് ചെയ്താണ് സ്പ്രെഡ് ചെയ്തത്. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ ചെയ്തൊരു വർക്കായിരുന്നു ഇത്. പക്ഷേ സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു. ഈ സാരി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.